വീട്ടിലെത്താനായി. നമ്മളെ വറവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹോം വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രാങ്കില്ല, വീഡിയോസില്ല, അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും ചെയ്യുന്നില്ല. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ വ്ളോഗായിരിക്കും. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഒന്ന് നമ്മൾ അങ്ങനത്തെ ഒരു വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ ഒരു അടിപൊളി വ്ളോഗ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ കോസ്റ്റ്യൂം വേണം. അപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അമ്മ ഈ ക്രിസ്മസിൻ്റെ കോസ്റ്റ്യൂമില്ലേ, അതൊന്നും ഇട്ടിട്ട് ഒരു കളറാക്കണം എന്നുണ്ട്. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ മാതിരി ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് ഒരു സാധനമൊക്കെ കളിക്കണം എന്നൊരു ചെറിയൊരു ആഗ്രഹം കൂടി ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ക്രിസ്മസ് പരമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇന്നലെ ഞാൻ മറ്റേ തുത്തിരി തൂത്തുമ്പി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ വെച്ചിട്ട് എല്ലാവരുടെ അടുത്ത് പോയിട്ട് പാടിയിട്ടുണ്ട്. ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് പാടിയത്. അപ്പോൾ നിങ്ങൾ ലൈക്ക് മാക്സിമം ഒന്നും അടിച്ച് തരണം. നിങ്ങൾ ലൈക്ക് തീരെ ആരും അടിക്കുന്നില്ല. വളരെ തുച്ഛമായ ആൾക്കാരാണ് എനിക്ക് ലൈക്ക് തരുന്നത്. അപ്പോൾ എൻ്റെ കഷ്ടപ്പാടുകളാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ചിലവർ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ കളിച്ചാൽ അടിപൊട്ടും സീനാണെന്ന്, പിന്നെ ക്യാമറ അത്ര അടുത്തേക്ക് കൊണ്ടുപോകണ്ടെന്നും അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ മൈക്കില്ല, മനസ്സിലായോ? ഇത് കുറച്ച് അപ്പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൻ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കില്ല, ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാമറ അടുത്തേക്ക് കൊണ്ടുപോകണേ. പിന്നെ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എവിടുന്നാ വ്ളോഗ് എടുക്കണമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ മൈക്ക് നമ്മളെ കൈമേലുണ്ടെങ്കിൽ നമുക്ക് ഈ കൈമേൽ മൈക്ക് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നീട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു കയ്യകലത്തിൽ നിന്നിട്ട് നമുക്ക് സംസാരിക്കാം. സംഭവം നമ്മളെ കൈമേൽ മൈക്കില്ല, അതിനോടാണ് ഈ അടുത്തേക്ക് കൊണ്ടുവരുന്നത് ക്യാമറ. അല്ലാണ്ട് എനിക്ക് ദൂരത്ത് വെച്ചാൽ മതി. നിങ്ങളൊന്ന് ആലോചിച്ചൂടെ? നമ്മൾ ഓലെ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഓൻ്റെത് എന്തെങ്കിലും കേൾക്കണ്ട നിങ്ങൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അടുത്തേക്ക് കൊണ്ടുപോകണത്. ഈ പാട്ടൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മൈക്കില്ലെങ്കിൽ ഒരു സാധനം കേൾക്കൂല. അത്ര അടുത്ത് വെച്ചിട്ടാണ് കുറച്ചെങ്കിലും കേൾക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എൻ്റെ കഷ്ടപ്പാടുകളാണ് നിങ്ങൾ ഡെയിലി കാണുന്നത്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ കുറച്ച് ഒരു ഡേ ഇൻ മൈ ലൈഫ് മാതിരി കുറച്ച് കാര്യങ്ങൾ, വീട്ടിലുള്ള ചുറ്റുപാടുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയും കാണിച്ചു തന്നിട്ട് ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ആയിട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ ലൈക്കും ബെൽ ബട്ടണും, പുതിയ ആൾക്കാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ലൈക്കും ബെൽ ബട്ടണൊക്കെ അടിച്ചിടുക. അപ്പോൾ പിന്നെ ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് അവിടെ മുകളിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ നാളെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അടിപൊളി പ്രാങ്കൊക്കെ ചെയ്തിരിക്കും. അപ്പോൾ ഇനി ഒന്നുകൂടി ഒരു പ്രാങ്ക് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഞാൻ പറയുന്നില്ല, അത് സ്പെഷ്യൽ ഒരു പ്രാങ്കാണ്, അത് നാളെ കാണാം. അപ്പോൾ ഇനി ഞാൻ ഒന്ന് കോസ്റ്റ്യൂം ഒന്ന് മാറ്റിക്കാട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം ഞാൻ പറഞ്ഞിരിക്കണ്, പിന്നെ ഞാൻ ഒന്നുകൂടി പറയാണ്. അപ്പോൾ എല്ലാവരും പുതിയ വീഡിയോ അല്ല, അപ്പോൾ ലൈക്കൊക്കെ എല്ലാവരും അടിക്കുക. അപ്പോൾ ലൈക്ക് എല്ലാവരും അടിച്ചോ. നാളെ അടിപൊളി വീഡിയോസാണ് വരാൻ പോണത്. ഇതൊന്ന് ജസ്റ്റ് ഒരു പ്രാങ്ക് ചെയ്യാനതിന് ഉദ്ദേശം. പക്ഷേ ഇന്ന് ഞാൻ തിങ്കളാഴ്ചയൊക്കെ അല്ലേ, ഇന്നിപ്പോൾ എല്ലാവരും തിങ്കളാഴ്ചയൊക്കെ ആരും പുറത്തുണ്ടാവില്ല. നമ്മൾ പ്രാങ്ക് ചെയ്യണമെങ്കിൽ കുറച്ച് ക്രൗഡൊക്കെ വേണം. പിന്നെ ഡെയിലി ഇങ്ങനെ ടൗണിലൊക്കെ പോകണമല്ലേ, ഇന്നൊരു ചേഞ്ച് പിടിക്കാമെന്ന്. കുറച്ച് വീട്ടിലൊക്കെ ഉണ്ടായിക്കോട്ടെ, രസമല്ലേ ഇതൊക്കെ. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ല ഭായി. കോർപ്പറേറ്റ് ലോയും ബിസിനസ് അഡ്മിനിസ്ട്രേഷനും ഒന്നും പഠിച്ചിട്ടുമില്ല. അടിപൊളിയല്ലേ? എല്ലാവരും തിങ്കളാഴ്ചയൊക്കെ അല്ലേ, അപ്പോൾ പണിക്കൊക്കെ പോകുന്നുണ്ടാവും. ഞാൻ വൈകുന്നേരം 5 മണിക്ക് ഒരു വ്ളോഗ് ഇടും. അപ്പോൾ നിങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ വ്ളോഗ് എടുത്ത് നോക്കിയാൽ നിങ്ങളെല്ലാ ഡിപ്രഷനെ അതൊക്കെ മാറി നിങ്ങൾക്ക് ഒന്ന് കൂളായിരിക്കാം. നമ്മൾ സ്പെഷ്യൽ പത്തിരിയാണ് നിങ്ങളിപ്പോൾ എൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവുക. കഴിച്ചിപ്പോൾ കടുകിട്ട് ഇനി ഇതാ ഉള്ളി ഇടാൻ പോകുന്നു. ഇത് കടലക്കറിയിലേക്ക് വറവിടുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ എൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവുക. സ്പെഷ്യൽ കടലക്കറി ഇതിലുണ്ട്. ഇതിലേക്ക് വറവിട്ടിട്ട് ശരിയാക്കണം. ആ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിങ്ങനെ വറവ് ചെയ്തിട്ട് നേരെ പിടിച്ചിട്ട് ഇത് തുറന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കും. അപ്പോൾ അത് വറവ് ചെയ്ത കടലക്കറിയായി. നമ്മൾ വറവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളിങ്ങനെ ക്യാമറയിൽ കാണുന്നുണ്ടാവും. നമ്മൾ കറിയിലേക്ക് വറവ് ചെയ്യണയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു മുളക് നമ്മൾ നട്ടുപിടിപ്പിച്ച മുളക് പറിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതാണ് നമ്മളെ നട്ടുപിടിപ്പിച്ച മുളക്.
നമ്മളിപ്പോൾ കറിയിലേക്ക് ഇടും. പിന്നെ അടുത്ത മുളക് കൂടിയും വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 മുളകായി. ഈ മുളക് പറിച്ചാലോ? വളർന്നില്ലല്ലോ. ഓക്കെ, എന്നാൽ പിന്നെ വേറെ ഏതാ പറിക്കുക? ഇതാ അവിടെ അടിയിലുണ്ട്. ഇത് പറിച്ചാലോ? വേണ്ടല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിപ്പോൾ 2 പറിച്ചത്. ഇതാ അപ്പോൾ 3 പറിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളിന്ന് കറിയിലേക്ക് ഇടാൻ പോണത്. ഗൈസ്, ഇനി നമ്മൾക്ക് കറിയിലിടാൻ വേണ്ടിയിട്ട് ഒരു കറിവേപ്പില പറിക്കാനുണ്ട്. അപ്പോൾ വലിയൊരു മരമുണ്ട് നമ്മളെ വീട്ടിൽ, കറിവേപ്പില മരം. കറിവേപ്പില മരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു കറിവേപ്പില പറിക്കാനുണ്ട്. ഇതൊക്കെ കാണുന്നത് കറിവേപ്പിലാണ്. ഇതാ കാണിച്ചു തരാം. വേണ്ടിയില്ലേ, ഇത് മൊത്തം കറിവേപ്പിലാണ്. ഈ കറിവേപ്പില എൻ്റെ വീട്ടിലുണ്ടാവുന്ന കറിവേപ്പില സീനാവും. ഡാർക്ക് സീനാണ്. ശ്രദ്ധിച്ച് പറിച്ചില്ലെങ്കിൽ പണിയാണ്. ഇതാ ഇത് പറിക്കാം, പിന്നെ ഇത് പറിക്കാം, പിന്നെ ഇതും പറിക്കാം. അപ്പോൾ കറിവേപ്പില കറിയിലിട്ടാൽ അടിപൊളിയാവുമെന്ന് പറഞ്ഞതിനോട് കറിവേപ്പില പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ കറിവേപ്പില പറിച്ചിരിക്കുന്നു. അപ്പോൾ കറിവേപ്പില പറിച്ച് കാഴ്ചകളാണ് ഇപ്പോൾ ഞങ്ങളുടെ ക്യാമറയിൽ കണ്ടിട്ടുണ്ടാവുക. ഇനി നമ്മൾ നേരെ കറിയിലേക്ക് ഇടാൻ പോവുകയാണ് ഗായ്സ്. കറിവേപ്പില പറിച്ച് കറിവേപ്പില പറിച്ചിട്ടുണ്ട്. ഇതാ വറവിട്ട ഒരു ഇതെന്താ ഉള്ളിവാട്ടിയാണോ? അത് മസാല ആക്കിയതാണ്. അപ്പോൾ പാചകത്തിൻ്റെ വ്ളോഗായിരിക്കും ഇന്ന്, മിക്സ് ആയിരിക്കും ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ അതിങ്ങനെ ഇളക്കണോ, ഇങ്ങനെ ഇളക്കിയിട്ട് മറിച്ചിടുക. അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ വറവ് ചെയ്ത് കഴിഞ്ഞ് ഇതാണ് നമ്മളെ കടലക്കറി. അപ്പോൾ ഇതാണ് നമ്മളെ സ്പെഷ്യൽ കടലക്കറി വരുന്നത്. നമ്മളെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കടലക്കറി, ഇതാണ് നമ്മളെ സ്പെഷ്യൽ കടലക്കറി. പിന്നെ നമ്മളതാ പത്തിരി ഉണ്ട്, പത്തിരി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ പത്തിരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കുറച്ച് കടലക്കറി അങ്ങോട്ട് എടുത്തിട്ട് ഒഴിക്കും. അടിപൊളി കടലക്കറിയാണ് സ്പെഷ്യൽ. ഇത് എൻ്റെ വീട്ടിലെ അതിമനോഹരമായ കടലക്കറി. എനിക്ക് ഇത്രയും കടലക്കറി വേണം. അങ്ങനെ നമ്മൾ ഇതാ നമ്മളെ സ്പെഷ്യൽ ചായ കുടിക്കാൻ പോവാണ്. ഈ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വ്ളോഗ് കാണാം. വ്ളോഗ് തുടരുന്നതാണ്. അപ്പം എന്നാൽ ചായ കുടിക്കാൻ പോവാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതാ നല്ല നീല ആകാശമൊക്കെ കാണാം. നമ്മൾ തിങ്കളാഴ്ച ആയത് കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു വ്ളോഗാണ്. പിന്നെ നമ്മളെ വണ്ടി ഇതാ ഫുൾ പണി കഴിപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഫുൾ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സ്വിച്ചൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ പുതിയ സ്വിച്ചാണ്. ഇതൊക്കെ പുതിയതാക്കി. ഇത് പഴയതാണ്. പക്ഷേ ഈ സ്വിച്ചിന് എന്തൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ട്. ഇത് മൊത്തം മാറ്റി. ഇതിൻ്റെ ഈ സ്വിച്ച് മാറ്റി, ഇത് മാറ്റി, ഒക്കെ മാറ്റി. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ വർക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വരുന്നത് ഏതാണെന്ന് വെച്ചാൽ ഇത് FI ആണ്. NS200 BS6 FI ആണ്. ഞാൻ ലേറ്റസ്റ്റ് മോഡലാണ്. ഈ കളർ ഇനി നിങ്ങൾക്ക് കിട്ടൂല. ഇവിടെ മറ്റേ തിരിക്കുന്ന ഫ്യൂവലിൻ്റെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളെ പുതിയ ലേറ്റസ്റ്റ് മോഡൽ വണ്ടി. ഈ കളർ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടൂല. ഈ കളർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഈ NS. അപ്പോൾ ഇതന്നെ ഞാൻ അങ്ങോട്ട് എടുത്താഞ്ഞ്. അപ്പോൾ ഇത് ഇന്നോട് പറ്റിയ ഒരു ആക്സിഡൻറ്റ് പറഞ്ഞാൽ ഈ സാധനം അതവിടെ കണ്ടില്ലേ. ഈ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഇടഞ്ഞ വഴിക്കൂടെ പോയിട്ട് സംഭവം ലോക്കായി പോയതാണത്. ആക്സിഡൻ്റ് അല്ല, ഒരു ലോക്കായി പോയതാണ്. പക്ഷെ ഇത് മാത്രമേ ഒരു മിസ്റ്റേക്ക് ഉള്ളൂ എൻ്റെ വണ്ടീന് മുകളിൽ. പിന്നെ വണ്ടി ഉഷാറാണ്. കത്തി പറന്ന് പോവാം നമുക്ക്. പറന്ന് പറഞ്ഞാൽ RPM ഒക്കെ അടിച്ച് കയറ്റി നമുക്ക് പോവാം. കുറച്ച് സ്പീഡ് കൂടുതൽ കാരണം ഞാൻ എന്താക്കി, നമ്മളെ ഫാമിലി യൂസിങ് ആക്സസിലേക്ക് മാറി. ആക്സസിലേക്ക് വന്നപ്പോൾ ഒരു സിറ്റിംഗ് യൂസിങ് വണ്ടിയാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഓടിക്കാം. എല്ലാ ആവശ്യങ്ങൾക്കും ഉപകാരപ്പെടുന്ന വണ്ടിയാണ് ഈ ആക്സസ്. പിന്നെ നമ്മൾ ആക്സസിലേക്ക് മാറി. ഈ 1 വർഷമായിട്ടുള്ളൂ ഈ ആക്സസ് എടുത്തിട്ട്. പക്ഷേ ഇതെടുത്തിട്ട് ഒരു 3 വർഷവും. ഞാൻ 2021-ലോ 20-ലോ ഏറ്റവും എടുത്തതാണ് ഈ NS. അപ്പോൾ അന്നും ഇന്നും ചാടി നിൽക്കുന്ന വണ്ടിയാണ് NS. ഇതിൻ്റെ ആകെ ഇപ്പോൾ ഈ അടുത്ത് കംപ്ലൈൻ്റ് ആയത് ഞാൻ പറഞ്ഞതാണ് ഈ സ്വിച്ച് മാത്രം. പിന്നെ 2 മിററൊക്കെ എടുത്ത് വെച്ചതാണ്. പിന്നെ നമ്മളവിടെ വേറൊരു വണ്ടിയും കൂടി വരാനുണ്ട്, ഗ്ലാമർ.
ഹീറോ ഹോണ്ട തന്നെ ഗ്ലാമർ വരാനുണ്ട്, അതും കൂടി ഉണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വിഗ്ഗിയിൽ ഓടാനുള്ള വണ്ടിയായി. ആ വണ്ടിയിലാണ് നമ്മൾ സ്വിഗ്ഗിയിൽ ഓടാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ആ വണ്ടി ഇപ്പോൾ ഫാദർ കൊണ്ടുപോയതാണ്. അപ്പോൾ ആ വണ്ടി ഇവിടെ വരും. പിന്നെ ഇത് അത്യാവശ്യം ഫാദർ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ ഫാദറും ഇത് യൂസ് ചെയ്യും. അപ്പോൾ എനിക്ക് ആ ഗ്ലാമർ ഓടിക്കാന്ന് വെച്ചാൽ സ്വിഗ്ഗിയിൽ പോവാം. അപ്പോൾ സ്വിഗ്ഗി പോണ വ്ളോഗും എൻ്റെ ചാനലിൽ ഇടാൻ മതിയാവും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ സ്വിഗ്ഗിയിലും പോവാം, പക്ഷേ ഒന്നുകൂടി ബെറ്റർ ഗ്ലാമറാണ്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ കാഴ്ചകൾ വരുന്നത്. അപ്പോൾ വണ്ടികളെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അതായത് നമ്മളെ വണ്ടി ഇത് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിനി. എന്താണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ മറ്റേ സാധനങ്ങളൊക്കെ ഇല്ലേ, ഒരു 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 വിൻഷീൽഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതൊക്കെ ഞാൻ വെച്ചിനി. അതൊക്കെ ഞാൻ ഒഴിവാക്കിയതാണ്. ഒഴിവാക്കിയതാണ്. പിന്നെ കുറേ അപ്ഗ്രേഡ് ഉണ്ടായിരുന്നു ഇത്. പിന്നെ അത് ഒരു തേങ്ങ നിർത്തിയിട്ട് കൊടുത്ത് തേങ്ങ മറുകാടുമ്മലേക്ക് വീണിട്ട് ഇതാ കണ്ടില്ലേ, മറുകാട് അവിടെ പൊട്ടിപ്പോയി. പക്ഷെ മറുകാട് ഫുള്ളായിട്ട് പൊട്ടിയില്ല, ഭാഗ്യമുണ്ട്. അപ്പോൾ തെങ്ങിൻ്റെ അടിയിലൊക്കെ വണ്ടി നിർത്തിയിടുന്ന പോലെ ശ്രദ്ധിച്ച് നിർത്തിയിടാം. പിന്നെ അവിടെ ഉള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി. ഇതാ അവിടെ ഒരു കുറച്ച് കമ്പിയൊക്കെ വരുന്നതിന് നമുക്ക് ഈ വണ്ടീനെ ഒരു രസം ഉണ്ടാവും, പക്ഷേ അതൊക്കെ ഒഴിവാക്കിയ ഒരു പ്രത്യേക ഒരു ലുക്കാണ് ഇങ്ങനെ കാണാൻ. പിന്നെ ഈ സാധനം കൂടി ഒഴിവാക്കിയാൽ മതി. ഈ സാധനം കൂടി ഇങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ വേറെ തന്നെ ലുക്ക്, അങ്ങനെ എടുത്ത് കാണിക്കുന്ന ഒരു സൂപ്പർ ബൈക്ക്, ഒരു പാവപ്പെട്ടൻ്റെ ഒരു സൂപ്പർ ബൈക്ക്. ചിലവർ കണ്ണാപ്പി മറ്റേതൊക്കെ പറയും, ഓൽക്ക് എടുക്കാൻ കഴിയായിട്ടാണ് ഓല് കണ്ണാപ്പി മറ്റേതൊക്കെ പറഞ്ഞ് കളിക്കണേ. ചിലവർ ഈ NS കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞ് നടക്കും, ഓല ഇഷ്ടത്തിനായിരിക്കും. ഓൽക്ക് ഈ NS ഉണ്ടാവില്ല, ഒരു സ്വന്തം എന്ന് പറയാൻ ഒരു വണ്ടി ഉണ്ടാവില്ല. ഓൽക്കായിരിക്കും ഈ ഓരോരോ ഇതൊക്കെ പറയാൻ തോന്നുക. അതായത് എന്തിനാടാ NS എടുത്ത്, മറ്റേത് എടുത്തൂടെ. NS എന്ന് പറഞ്ഞാലേ എത്ര ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് അന്ന് 1.53 ഇപ്പോൾ 1.53 കഴിഞ്ഞ് കുറേ അപ്പുറത്തേക്ക് എത്തി. നിങ്ങൾ മനസ്സിലാക്കണോ. അപ്പോൾ NS ഈ കളർ ഇനി എവിടെ പോയാലും കിട്ടൂല, ഏത് ഷോറൂമിൽ ഈ സാധനം ഇറങ്ങൂല. ഇതൊക്കെ BS6 ലേറ്റസ്റ്റ് ആയിട്ട് ആ ഇറങ്ങിയ ടൈമിൽ BS6 ഇതിൻ്റെ സൗണ്ട് തന്നെ വേറെ ടൈപ്പ് സൗണ്ടാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ കുറച്ച് അടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഉണ്ട്, ഇതിനെക്കുറിച്ച് ഒന്നുകൂടി വ്യക്തമായി പറയുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് വേറെ കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ കാണിച്ച് പൂച്ചകളോടൊക്കെ കളിച്ച് അങ്ങനത്തെ ഒരു വീഡിയോസ് ആയിരിക്കും. ഓതാ എൻ്റെ അനിയന്മാരാരോ ചെരുപ്പിടാണ്ട് മുറ്റത്ത് പോയിട്ട് ചവിട്ടി ചള്ളിയാക്കി കൊണ്ട് കളിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പിന്നെ ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുക അറിയാം, അവിടെ അങ്ങനെ കുറേ കാരക്കകളുണ്ട്. കാരക്കല്ലേ, ഒരു കാരക്ക എടുത്ത് തിന്നും. വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒന്നും ഇവിടെ പലഹാരം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു കാരക്കൊക്കെ എടുത്ത് തിന്നും. പിന്നെ ഇവിടെ സ്പെഷ്യൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഈ ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ഇത് വെച്ച് നമുക്കൊരു ചലഞ്ച് ഇറക്കണം. പബ്ലിക്കിലേക്ക് ഇതായിട്ട് കൊണ്ടുപോയിട്ട് എല്ലാവരെ കൊണ്ട് ഇത് ഒരു 10 എണ്ണം കഴിപ്പിക്കുക, തീർന്നു പോകും. അപ്പോൾ ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോ വീഡിയോസ് ഉണ്ടാവും, സ്വാഭാവികം. എനിക്ക് എല്ലാ ടൈമിലും ഒരേ ടൈപ്പ് വീഡിയോസ് ചെയ്താൽ നിങ്ങൾക്കും ചടയ്ക്കും എനിക്കും ചടയ്ക്കും. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒരു ചേഞ്ച് പിടിക്കുക. അവിടെ നിന്നതാ ഞാനിതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് ഓടിക്കാൻ. നമ്മളെന്തായാലും ഇങ്ങനത്തെ ഓരോ വീഡിയോസ് ഇറക്കും. അപ്പോൾ നാളെ അടിപൊളി വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ഇങ്ങനെ പോട്ടെ, ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോസ് ആണെന്ന് കയറാൻ പോണത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. பாஸ்ட பத்தி அடிக்கடி பேசணும்னா அதுல ஏதாவது ஒரு நல்லது இருக்கணும். ഇനി നമുക്ക് ഈ കോസ്റ്റ്യൂം ഒന്നുകൂടി മാറ്റിക്കളാം. അങ്ങനെ വീട്ടിൽ നിന്നാകുമ്പോൾ വ്ളോഗ് ഇങ്ങനെ കോസ്റ്റ്യൂമൊക്കെ മാറ്റി ഇങ്ങനെ ഫുൾ ഉഷാറായിട്ടായിരിക്കും എൻ്റെ വ്ളോഗ് വരുന്നത്. അപ്പം സൂര്യനൊക്കെ കണ്ണിലേക്ക് നല്ല അടിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു വ്ളോഗ് ഇടാൻ തോന്നി, അത്രമാത്രം. അതിനോട് എന്തായി, നിങ്ങൾക്ക് ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ പറ്റി. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ബട്ടൺ അടിച്ചിട്ടാല് ഞാൻ ഇങ്ങനത്തെ ഓരോ വീഡിയോസുകൾ എന്തെങ്കിലും ഒരു വീഡിയോസുകൾ ഇറക്കിയിരിക്കും ഡെയിലി. ഇങ്ങനത്തെ വീഡിയോസും ആവും, പിന്നെ പബ്ലിക് വീഡിയോസും ആവും. അപ്പോൾ കുറേ ആൾക്കാർ ഓരോരോ പ്രാങ്കുകൾ ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ളൂ. സംഭവം എനിക്ക് അത് ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് നടക്കണമെങ്കിൽ ഒരു മൈക്ക് വേണം, പിന്നെ ഒരു ക്യാമറാമാൻ വേണം. എന്നാലേ നിങ്ങൾ ഉദ്ദേശിച്ച ആ പ്രാങ്ക് നടക്കുള്ളൂ. പാൻറ് ഇട്ടില്ല, അപ്പോൾ ഇനി ഒരു പാൻറ്റൊക്കെ എടുത്തിട്ടിട്ട് നേരെ അവിടെ പോകാറ്, അവിടെ ടൈൽസ് കയറ്റണ കാഴ്ചകൾ കാണിച്ചു തരാം. അവിടെ പോയിട്ട് നമുക്ക് എന്താക്കാം, കുറച്ച് കാഴ്ചകൾ ഷൂട്ട് ചെയ്യാം. പാൻറ് ഇടാൻ പോവാം.
ടൈൽസ് ഒക്കെ കയറ്റി കഴിഞ്ഞ് പോണ കാഴ്ചയാണ് പിന്നെ ക്യാമറയിൽ കാണുന്നത്. ഒക്കെ കഴിഞ്ഞ് പോവാം. എല്ലാ പരിപാടി കഴിഞ്ഞില്ലേ? ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഇതൊരു യൂട്യൂബ് ചാനലാ? ഓക്കെ. ഒരു ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോളി. പേരെന്താ? നൗഷാദ്. എവിടെ സ്ഥലം? വായക്കാട്. ഓക്കെ. നമ്മളെ ചാനലിന്റെ പേര് അനസ് വ്ളോഗ് 21. ഓക്കെ. ഡെയിലി വീഡിയോസ് ഉണ്ടാവും യൂട്യൂബിൽ. ഓക്കെ. അങ്ങനെ കുറേ ആൾക്കാർ വന്ന് ഇവിടുന്ന് ഇങ്ങനെ ലോഡ് കയറ്റി പോകും. സംഭവം നമ്മളെ തായ്വാരം എന്ന് പറഞ്ഞ ആ ഷോപ്പിൻ്റെ വ്ളോഗിൻ്റെ ചാനലിലുണ്ട്. അവിടെ പോയിട്ട് ബില്ല് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ ടീം ഇങ്ങനെ അവിടെയുള്ള സ്റ്റാഫിനെയും കൂട്ടി വരുന്നു, ഈ ഗോഡൗണിൽ നിന്ന് സാധനം എടുക്കുന്നു, പോകുന്നു. അപ്പോൾ ഡെയിലി ഇങ്ങനെ ഓരോരോ ആൾക്കാർ വരും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ കയറ്റി കൊണ്ടുപോകും. ഇനി നമുക്കിത് അപ്പോൾ നല്ല അടിപൊളി നീലാകാശം എന്ന് പറഞ്ഞ ഒരു ആകാശമാണ് ഇന്ന് നമുക്ക് ഈ പഠിച്ചോൻ തന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാമറയിൽ കാണാം. അതിമനോഹരമായി ഈ കാഴ്ചകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ വീട്ടിലിരിക്കാൻ തോന്നുന്നു സുഹൃത്തുക്കളെ? നമ്മളെ വീട്ടിൻ്റെ മുന്നിലുള്ള നല്ല പച്ചക്കറിയും സാധനങ്ങളൊക്കെ നിങ്ങൾ ഇതിൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവുക. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാം കിട്ടും. ഇത് മേലെ ഒരു ലേഡീസ് ടൈലറിങ് ഷോപ്പും ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ മോഡൽ ഡ്രസ്സുകളും പല സൈസ് മോഡൽ ആക്കി അവിടുന്ന് അടിച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഓരോ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോസിലുണ്ടാവുക. അപ്പോൾ പിന്നെ എനിക്ക് പറയാനൊന്നുമില്ല. നല്ല അടിപൊളി നീല ആകാശം. നിങ്ങൾക്ക് ഇതാ ഒന്നുകൂടി ഞാൻ ക്യാമറ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ക്യാമറയിൽ കണ്ടാൽ മനസ്സിലാവും. ആ ഒരു ആ കളറ് ആണ് മെയിൻ. എന്ത് കളറാ! കുറച്ച് കുട്ടികളൊക്കെ മദ്രസ കഴിഞ്ഞ് പോകുന്നുണ്ട്, കണ്ടില്ലേ? ഒക്കെ മദ്രസ കഴിഞ്ഞ് വീട്ടിൽ പോകണമല്ലോ. 8 മണി ഒരു 8:30 ആ സമയത്തിലാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്, വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ 5 മണിക്ക് ആകുമ്പോഴത്തേന് എഡിറ്റ് ചെയ്ത് കുറച്ച് മ്യൂസിക്കൊക്കെ കയറ്റി അങ്ങോട്ട് അപ്ലോഡ് ചെയ്യും. ആ NS ഒക്കെ എടുത്തിട്ട് നമ്മൾ കുറച്ചൊരു പ്രകൃതി കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നാട്ടിലുള്ള ചാലിയാർ പറഞ്ഞ ഒരു പുഴ ഉണ്ട്. ആ പുഴയിൽ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് അതും കൂടിയും ഞാൻ ആഡ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോസ് അവിടെ നിന്ന് തന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്തോളാം. അപ്പോൾ നമ്മളിതാ ഇറങ്ങി ഇനി നേരെ വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടിയൊക്കെ ഫുൾ പണി കഴിപ്പിച്ചതാണ്. നമ്മൾ വെള്ളിപറമ്പുള്ള ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ഫുൾ പണി കഴിപ്പിച്ച് ഇറക്കിയതാണ്. കാണിച്ചു തരാം. ഈ സ്വിച്ചൊക്കെ മാറ്റിയതാണ്, ഞാൻ പറഞ്ഞതല്ലേ. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് ഓണാക്കി വെക്കാം. ഇതിലോ ഒരു ഗിയറിലാണുള്ളത്. ന്യൂട്രലായി. ഇതവിടെ ഇങ്ങനെ എണ്ണ് കത്തുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെറുതെ നിൽക്കിയ വണ്ടി സ്റ്റാർട്ടാവും. അപ്പോൾ അത്രയും സ്വിച്ച് ഫുൾ മാറ്റി കണ്ടോ. ഇത് മൊത്തത്തിൽ മാറ്റി. ഇനി ഒറ്റ ക്ലിക്കിൽ വണ്ടി ഓണാവും. ഇതാണ് നമ്മളെ വണ്ടീൻ്റെ സൗണ്ട് വരുന്നത്. ഇത് ഫുൾ മാറ്റമുണ്ട്. ഞാൻ കുറച്ചപ്പുറത്തേ നിർത്തി കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഡ്രീം ബൈക്ക് അച്ചീവ് ചെയ്ത വണ്ടിയാണ്. എൻ്റെ ഡ്രീം ബൈക്കായിരുന്നു. എൻ്റെ എല്ലാം ഈ വണ്ടിയാണ്. ഞാനായി മാറിയത് ഈ വണ്ടി കാരണമാണ്. അപ്പോൾ ഇതൊക്കെ അവർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ പച്ച ഇതുപോലെ ഫില്ല് ചെയ്ത് ടോപ്പപ്പ് ചെയ്ത് ഫില്ല് ചെയ്ത് തന്നാണ്. ഇതാണ് നമ്മളെ ഈ പുതിയ BS6 NS ഉണ്ടാവണ മാറ്റം. വലിയൊരു ബെൻഡ് പൈപ്പ് ഉണ്ടോ, ഇതാണ് ഈ സൗണ്ട് മാറ്റാനുള്ള കാരണം. ഫുൾ ഒരു ഇതാവാനുള്ള കാരണം അതാണ്. പിന്നെ ഫ്രണ്ട് ABS ആണ്. പിന്നെ വണ്ടി ഇതാ വണ്ടി ഒരു രക്ഷയില്ല, വേറെ തന്നെ മൂടാണ്. ഇനി നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് എടുത്തിട്ട് ഊർക്കടവ് പോയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ച് അങ്ങനെ ഇന്നത്തെ വ്ളോഗ് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യൂ. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ യാത്ര തുടങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ ട്രാവലർ വീഡിയോസിലേക്ക് സ്വാഗതം. ഇനി കുറച്ച് ട്രാവലർ വീഡിയോസാണ് ഇറക്കാൻ പോണത്. അപ്പോൾ ഡെയിലി നമ്മളിങ്ങനെ കണ്ടന്റ് ഇങ്ങനെ മാറ്റി പിടിക്കാൻ പോവാണ്. ഇനി NS ഒക്കെ ഇറങ്ങിയ സ്ഥിതിക്ക് ഇനി നമ്മൾ പൊളിക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ ഹെൽമെറ്റൊക്കെ ഇട്ട് സെറ്റായി. ഇനി നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ ഇനി നമ്മൾ നേരെ പോണത് ഊർക്കടവ് ചാലിയാർ കാണാനാണ്. അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ മീൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാൻ മതിയാവും. ചിലപ്പോൾ ആരും ഉണ്ടാവില്ല.
ഇത് ആക്സസ് മാറി നമുക്കൊന്നും ചെയ്യാനില്ല. ഇതിൻ്റെ ക്ലച്ചൊക്കെ മാറ്റണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ നമ്മൾക്ക് വീഡിയോസ് എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മളിതാ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെൽമെറ്റൊക്കെ ഇവിടെ അയച്ചു. ഇതാണ് നമ്മളെ ഊർക്കടവ് പോയ വരുന്നത്. ഫുൾ ഇവിടെ കളർ മീൻസുകളുണ്ടാവുക. ഫുൾ മീൻ പിടുത്തക്കാരാണ് ഇവിടെ മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇന്ന് കുറച്ച് ഷട്ടറൊക്കെ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മളെ ആ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ഇതാണ് നമ്മളെ ഈ സൈഡിലെ പുഴ വരുന്നത്. ഇനി നമ്മളപ്പുറത്തെ ഷട്ടർ, ഓപ്പണിങ് ഷട്ടർ മെയിൻ അവിടേക്കാണ് പോകാൻ പോണത്. അപ്പോൾ നമ്മളെ വണ്ടി ഇത് അവിടെ വെച്ചിട്ടുണ്ട്. എന്ത് രസമാണ് ഇന്നത്തെ ആകാശം കാണാൻ. കളർ ആകാശവും ഇന്ത്യ മോനെ, ഇന്ന് മെയിൻ ഹൈലൈറ്റിൻ്റെ ആകാശമായിരിക്കും. എന്ത് രസമാണ് കാണാൻ, അടിപൊളി. നമ്മളിതാ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് അടിയിലേക്കാണ് നമ്മളെ വഴി വരുന്നത്. നമ്മളെ മെയിൻ അടിയിലേക്കുള്ള ഒരു വഴിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതാ അങ്ങനെ അടിയിലേക്ക് പോയാൽ നമ്മളെ അതിമനോഹരമായ പുഴ ഇങ്ങനെ ഒഴുകുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാമറയിൽ കാണാം. ഇന്ന് അങ്ങനെ എല്ലാ ഷട്ടറും തുറന്നിട്ടില്ല. കുറച്ച് ഷട്ടർ മാത്രമേ ഇന്ന് ഓപ്പണിംഗ് ഉള്ളൂ. ആകെ 2 ഷട്ടറാണ് തുറന്നത്. അത് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം. 2 ഷട്ടർ മാത്രമേ തുറന്നിട്ടുള്ളൂ. അതിന് കാരണം ഇന്ന് അങ്ങനെയൊക്കെയാണ്. ഇത് ആരാ മുകളിൽ ആരോ വിളിക്കുന്നുണ്ട് ഗൈസ് നമ്മളെ മേലേന്ന്. പോവാ പിന്നെ എന്തിനാ വിളിപ്പിച്ചേ ഗൈസ്? കുറച്ച് മക്കാറാക്കണ പോലെയാണ് ഞങ്ങൾ ഇപ്പം എൻ്റെ ക്യാമറയിൽ കണ്ടത്. നമ്മൾ നേരെ അടിയിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഇന്ന് അങ്ങനെ ആരും ഇല്ല. ഞാൻ വന്ന സമയം എപ്പോഴാന്ന് വെച്ചാൽ 10:20 ഞാനിപ്പോൾ ഇവിടെ ഉള്ളത്. 10:20 AM മോർണിംഗ് വാൾക്കാണ് ഇപ്പോൾ എൻ്റെ ക്യാമറയിൽ കാണുന്നത്. നമ്മളിതാ കുറച്ച് കാലമായി ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട് ഇതാ എന്നോ ഒരു വ്ളോഗ് ഉണ്ട് എൻ്റെ ചാനലിൽ. പിന്നെ 2ാമത്തെ വ്ളോഗ് ഇങ്ങനെയാണ് വരുന്നത്. അതിമനോഹരമാണ് അവിടെ കാണാൻ. രാവിലെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കണ്ടിരിക്കാം അവിടെ. പക്ഷെ ഇവിടെ കുറേ കാടൊക്കെ ഉണ്ടായിരുന്നു. കാടുകളൊക്കെ വെട്ടി തോന്നുന്നു. ഇത് മറ്റേ ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് ഇവിടേക്ക് ഭയങ്കര ചളിയും ഭയങ്കര മരങ്ങളും ഭയങ്കര ഒരു സാഹസികമായ കാഴ്ചയായിരുന്നു നിങ്ങൾക്ക് അന്ന് വന്നാൽ ഇവിടെ കാണാൻ പറ്റും. അതൊക്കെ ഉരുൾപൊട്ടലിൽ വന്ന കാഴ്ചകളാണ് ഈ മരങ്ങളൊക്കെ. ഫുൾ ഡേഞ്ചർ സിറ്റുവേഷൻ ആയിരുന്നു ഇവിടെ. പിന്നെ നമുക്ക് ആ പാറിൻ്റെ മേലേക്ക് പോകാൻ കഴിയും. പക്ഷേ റിസ്ക് എടുത്ത് വെറുതെ എന്തിനാ ഗൈസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഊർക്കടവിലെ കാഴ്ചകൾ വരുന്നത്. മേലെ കൂടെ അതാ ഒരു അടിപൊളി ലോറിയൊക്കെ പോകുന്നുണ്ട്. നല്ല ഒരു ഭംഗിയായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ പറ്റുക. മെയിൻ ഹൈലൈറ്റ് ഇന്നത്തെ മേഘമാണ്. എമ്മാരി കളറ് മേഘം, ഒരു രക്ഷയില്ല. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡിസംബറിലായതിനോട് രാവിലെ നല്ല തണുപ്പും ഉച്ചയ്ക്ക് നല്ല ചൂടും. ഇടലൻ ചൂടാണ്. രാത്രി പിന്നെ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടാവും. വലിയ തണുപ്പൊന്നും ഇല്ലെങ്കിലും ഒരു മീഡിയം തണുപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കൊടും ഫോറസ്റ്റിലെത്തി ഗൈസ്. കൊടും ഫോറസ്റ്റ് ഇതാ. ഇതിപ്പോൾ ഒരാൾക്ക് പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ. അതിങ്ങനെ ഒന്നും അല്ല. ഇനി ഇവിടെ കുറേ വഴി ഉണ്ടായിരുന്നു. അതാ കുറച്ച് കൊക്കുകളൊക്കെ കാണാം. അതാ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ വരുന്നത്. ഇനിയും ഇങ്ങനെ ഉള്ളോട്ടേക്ക് പോയാൽ അതിമനോഹരമായ കാഴ്ചകൾ ഇനിയും ഉണ്ട്. ഒരു പീസ്ഫുൾ ഏരിയയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല കാഴ്ച ആണെങ്കിലും നമുക്കിങ്ങനെ വന്നിങ്ങനെ ഒരു പോയൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരം നമുക്ക് എന്താ പറയുക, ഇവിടെ എന്തൊക്കെ ഉണ്ടാനും പേടിയാവുന്നുണ്ട്. അതൊരു വലിയൊരു കോറിയാണ്. നിങ്ങൾക്ക് എൻ്റെ ക്യാമറയിൽ കാണാൻ പറ്റുക. അതാക്കണം അവിടെ വലിയൊരു കോറി കണ്ടോ? നിങ്ങൾക്ക് എൻ്റെ ക്യാമറയിൽ ഒരു വലിയൊരു കോറിയാണ് നിങ്ങൾക്ക് എൻ്റെ ക്യാമറയിൽ കാണാൻ പറ്റുന്നത്. പിന്നെ പറയാന്ന് വെച്ചാൽ ഇതിപ്പോൾ നല്ലൊരു തണലുള്ള മാവിൻ്റെ അടിയിലായതുകൊണ്ട് വെയിലൊന്നും കൊള്ളുന്നില്ല. പിന്നെ എന്താ പറയുക, എനിക്ക് വേറെ ഒന്നും പറയാനില്ല.
ഇവിടെ നിന്നൊക്കെ മീൻ പിടിക്കാന്ന് വെച്ചാൽ നല്ല നല്ല മീനൊക്കെ കിട്ടും. ഇത് ഇവിടെ നിന്നിങ്ങനെ മീൻ പിടിക്കാം. അപ്പോൾ ഇനി നമുക്ക് വെറുതെ എനിക്ക് പറയാൻ ഒരു പോയിന്റുകളും ഇല്ല, എല്ലാ പോയിന്റുകളും ഞാൻ എടുത്ത് പറഞ്ഞ്. ഇനി നമുക്ക് നേരെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇനി ഇത്ര തന്നെ ഇന്നത്തെ വീഡിയോസ് ഉള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് എന്താ പറഞ്ഞു തരാനുള്ളതെന്ന് പോലും എനിക്കറിയില്ല. അതാ അവിടെ കുറേ ഫുള്ള് പുഴകൾ തന്നെ ഇവിടെ കാണാനുള്ളത്. വേറൊന്നും ഇവിടെ കാണിക്കാൻ മാത്രം ഒന്നും ഇവിടെ ഇല്ല. പിന്നെ ഞങ്ങൾക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരു ഊർക്കടവ് പാലൊന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മളെ ചാനലിൽ ഇതിൻ്റെ മുന്നേ ഒരു വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പം നിങ്ങൾക്ക് അതും കാണാം. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാം. നമുക്ക് മേലെ എത്തിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ കൊണ്ടുവരാമല്ലോ, മനസ്സിലായില്ലേ? പിന്നെ ഒരു ഹെലികോപ്റ്ററോ അങ്ങനെ എന്തോ ഒരു സാധനങ്ങളൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ ക്യാമറയിൽ കാണിച്ചു തരാം. അതാ ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ട്, എവിടോ പോയി. അതാക്കണം, അതന്നെ നിങ്ങൾക്ക് എൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവും. ഹെലികോപ്റ്റർ അല്ല, സോറി, വിമാനം. പിന്നെ പറയാൻ എനിക്ക് ഒന്നും വരുന്നില്ല. ഇവിടെ ഊർക്കടവ് എന്ന് പറഞ്ഞാൽ ഈ ഉരുൾപൊട്ടലിൻ്റെ സമയത്തൊക്കെ ഇതിലൊന്നും നടന്നു പോകാനേ കഴിയില്ല. ഇതിലൊക്കെ ഫുൾ വെള്ളം നിറഞ്ഞ് ഫുള്ള് സീന് ഭയങ്കര പ്രശ്നമായിരിക്കും, ഭയങ്കര പ്രശ്നം. ഇവിടെ ഒന്നും ഇങ്ങനെ നിൽക്കാനേ പറ്റാത്ത ഏരിയയാണ്. ഇവിടെ ഫുൾ ഈ കാണുന്ന എൻ്റെ ക്യാമറയിൽ കാണുന്ന ഈ ഇതൊക്കെ അല്ലേ, ഈ വേസ്റ്റൊക്കെ ഈ ഉരുൾപൊട്ടലിൻ്റെ ടൈമിൽ ഈ ഷട്ടർ തുറന്ന് ഫുൾ ഷട്ടറൊക്കെ ഓപ്പൺ ആയിരിക്കും. പിന്നെ ഓരോരോ വേസ്റ്റുകൾ അടിഞ്ഞു കൂടുന്ന സ്പേസാണിത്. ഈ സ്പേസിൽ ഇങ്ങനെ അടിച്ച് കയറി ഫുൾ വിഷയമാവും. അതാ അവിടെ ഒരു ഷട്ടർ ഉണ്ട്. ആ ഷട്ടർ വലിയ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഷട്ടർ ഓപ്പൺ ആവുള്ളൂ. കുറേ വെള്ളം വേണം, എന്നാൽ പിന്നെ ആ ഷട്ടറുകളും എല്ലാ ഷട്ടറും ഓപ്പൺ ആയിരിക്കും. പിന്നെ അത് ഒന്നുകൂടിയും കുറേ വെള്ളം ഉണ്ടെങ്കിൽ ആ ഷട്ടർ ഓപ്പൺ ആവുള്ളൂ. അതിലും കുറേ വെള്ളം വരാനുണ്ട്. പക്ഷേ അത് എൻ്റെ ചാനലിലുണ്ട്, അനസ് വ്ളോഗ് 21ൻ്റെ അടിയത്തെ വ്ളോഗിൽ ഇവിടുത്തെ സ്പെഷ്യൽ ഒരു ഫുൾ ഈ സൈഡിലൂടെ ഒക്കെ വെള്ളം വരുന്ന ഒരു കാഴ്ചകളുണ്ട്. ഇത് നോക്കിയാൽ കാണാം. നിങ്ങൾക്ക് എൻ്റെ പണ്ടത്തെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ കുറച്ച് അലമ്പ് വീഡിയോസ് ആണെങ്കിലും നിങ്ങൾക്ക് കാണാം. അലമ്പ് വീഡിയോസ് അങ്ങനെ പറഞ്ഞതല്ല, കുറച്ച് എന്തൊക്കെയോ രീതിയിൽ അന്ന് എനിക്ക് അങ്ങനെ യൂട്യൂബ് എന്താ തേങ്ങ മാങ്ങ ഒന്നും അറിയാത്ത കാലത്ത് അങ്ങനെയൊക്കെ എടുത്തു പോയതാ. അതാണ് അങ്ങനത്തെ വീഡിയോസൊക്കെ കിടക്കുന്നത്. കുറേ വീഡിയോസ് ഉണ്ട് ഞാൻ ഒന്നും ഡിലീറ്റ് ഒന്നും ചെയ്യില്ല, ഒക്കെ എത്ര കാലം കഴിഞ്ഞാലും അതിലുണ്ടാവും. അപ്പോൾ ഇന്നിങ്ങനത്തെ ഒരു വ്ളോഗാണ്. ഇന്ന് പ്രകൃതി കാഴ്ചകളും വീട്ടിലെ കടലക്കറിയും കറിവേപ്പില പറിക്കുന്നതും അങ്ങനെ ആക്കുന്നതും ഇങ്ങനെ ആക്കുന്നതും ഒക്കെ ആയിരിക്കും. മേലെ ഒരു മച്ചാൻ നിൽക്കുന്നുണ്ട്, നമ്മൾ ആ മച്ചാനെ പോയി ക്യാച്ച് ചെയ്യാം. KCBക്കാരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് KCBക്കാരുടെ ജോലി കഴിഞ്ഞാണ് എൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവുക. സിമ്പിൾ വർക്ക്. എന്തോ സെൻറ്ററിങ്ങിൻ്റെ എന്തോ പണി എടുക്കുന്നുണ്ട്. ഇവിടെ എന്തോ ചട്ടകവും അത് കൊണ്ടുപോയി വെച്ചിരുന്നു. ഇവിടെ അതാണ് നമ്മൾ അവിടുന്ന് കണ്ട മച്ചാന്മാരും എല്ലാവരും. നല്ല വെള്ളം കുറവല്ലേ ഇവിടെ? എങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ വരുന്നത്? നിങ്ങളെ ഒരു എക്സ്പീരിയൻസിൻ്റെ യൂട്യൂബിൽ പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നില്ല. ബോസിനൊന്നും പറയാനൊന്നും ആഗ്രഹമില്ല. കുറേ യാത്രക്കാർ വരുന്ന വഴിയാണ്, കുറേ യാത്രക്കാരുണ്ടാവും. ഇഷ്ടംപോലെ യാത്രക്കാർ ഇങ്ങനെ പാസ് ചെയ്ത് പോണ ഒരു പാലമാണ് ഈ ഊർക്കടവ് പാലം. നേരെ പോയാൽ നമുക്ക് കോഴിക്കോടേക്ക് എത്താം. ഇതിലങ്ങനെ നേരെ പോയാൽ നമ്മൾ മലപ്പുറം ജില്ലയിലെത്താം. ആ ദൂരെ കാണുന്നതാണ് വലിയ വലിയ ഹൈ റേഞ്ചുകളാണ് നിങ്ങൾ ഇതിൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവുക. അവിടെയൊക്കെ ഓരോരോ മറ്റേ കക്കാടമ്പയിൽ അരീക്കോട് ഭാഗമായിരിക്കും അത്. ഇനി നമ്മളെ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വീഡിയോസ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടിപൊളി വീഡിയോസായിട്ട് നാളെ ഞാൻ വരാം. നാളെ അടിപൊളി പ്രാങ്ക് വീഡിയോസ്
എല്ലാതരം വീഡിയോസും നാളെ ഇറങ്ങും. അപ്പോൾ നാളെ 5 മണിക്ക് കാണാം. ഇന്നിപ്പോൾ തൽക്കാലം ഇങ്ങനത്തെ ഒരു വീഡിയോസാണ് ഞാൻ ഇറക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളെ അടിപൊളി വീഡിയോസായിട്ട് വരുന്നതാണ്. അതുവരെ എൻ്റെ അനസ് വ്ലോഗ് 21ൻ്റെ ബൈ. നമുക്കിതാ വണ്ടി എടുക്കുക പോവാം, അത്ര തന്നെ. നാളെ ഞാൻ അടിപൊളി വീഡിയോസ് ആയിരിക്കും നാളെ ഉണ്ടാവുക. അപ്പോൾ നാളെ വരെ നിങ്ങളൊന്ന് കാത്തിരിക്കുക. 5 മണിക്ക് സാധനം ഉണ്ടാവും ഉറപ്പായിട്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ വക ഹൃദയം നിറഞ്ഞ താങ്ക്സ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്താനായി. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇവിടെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ നല്ല ഉഷാറായിട്ട് ഒരു വൈൻഡപ്പ് ചെയ്താളാം. അതാണ് NSൻ്റെ പുള്ളിങ് എന്ന് പറഞ്ഞ വണ്ടി. ഇതാണ് NSൻ്റെ ഒരു എടുത്ത് ചാട്ടമാണ് നിങ്ങളിപ്പോൾ എൻ്റെ ക്യാമറയിൽ കണ്ടിട്ടുണ്ടാവുക. എന്റെ ഔട്ട്ഫിറ്റ് കണ്ടോ? 10 ലക്ഷം രൂപയുടെ വാച്ച്, 1 പവന്റെ മോതിരം, 2 പവന്റെ മാല, 10,000 രൂപയുടെ ചെരുപ്പ്. സർ, ബേസിക്കലി ഐ എം എ റിച്ച് മാൻ. ഷോ സം റെസ്പെക്ട്. ഗൈസ്, അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നാളെ ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നാളെ വീഡിയോയിൽ വന്ന് നിങ്ങൾ നോക്കിയാൽ എന്താണ് നാളത്തെ കണ്ടൻറ്റ് എന്നുള്ളത് നാളത്തെ വീഡിയോസിൽ മാത്രമേ ഞാൻ പറയാൻ പോകണുള്ളൂ. നാളെ അടിപൊളി പ്രാങ്കാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും കിടിലം ഫിറോസ് പ്രാങ്ക് ആയിരിക്കും നാളെ ഞാൻ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനത്തെ ഓരോ വീഡിയോസാണ് ഞാൻ ഇറക്കിയത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീട് കാണാത്ത കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് എൻ്റെ വീടാണ് നിങ്ങളിപ്പോൾ എൻ്റെ ക്യാമറയിൽ കാണുന്നത്. ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നേരത്തെ എന്തൊക്കെയോ പറയണമെന്ന് തോന്നും. അങ്ങനെ ഞാൻ പിന്നെയും എന്താക്കും, എന്തൊക്കെയോ പറഞ്ഞു പോവും. സംഭവം എനിക്ക് ഇഷ്ടമുണ്ടായിട്ടാണ് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ വെയിലൊക്കെ കണ്ണിലേക്ക് അടിച്ചിട്ട് കണ്ണ് പോലും തുറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക് അടിക്കണേ. അപ്പോൾ നാളെ അടിപൊളി വീഡിയോസായിട്ട് വരുന്നതാണ്. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ക്രിസ്മസ് ആണ് നമ്മൾ വരാൻ പോകുന്നത്. ക്രിസ്മസിൻ്റെ ഒരു വീഡിയോസും ഉണ്ടാവും. ഗ്രബിയേലിൻ്റെ ദർശന ആ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഒരു സാധനമൊക്കെ വരും. അപ്പോൾ നാളെ കാണാം. ഓക്കെ.